പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി. 7:15 പ്രധാനമന്ത്രി പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ ഇറങ്ങുക, ലാൻഡ് ചെയ്യുക. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ലോ കോളേജ് ജംഗ്ഷനിൽ ചെറിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രതിഷേധ ഫ്ലെക്സാണ് KSU പ്രവർത്തകർ ഉയർത്തിയത്. അത് ചെറിയ തോതിലുള്ള വാക്കേറ്റത്തിലേക്ക് പോയി. BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഫ്ലെക്സ് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. ഏറെ നേരത്തെ ഉന്തം തള്ളിനും ശേഷം BJP പ്രവർത്തകരെ ശാന്തരാക്കാൻ പോലീസിനായിട്ടുണ്ട്. SPG ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. റിയയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. റിയ, അവിടെയെല്ലാം ശാന്തമാണല്ലോ. പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തെത്രത്തോളം പ്രവർത്തകർ ഉണ്ട്? പോലീസിന്റെ സുരക്ഷ എങ്ങനെയാണ്? സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പൂർണ്ണമായും പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ഈ റോഡ് ഷോ നടക്കുന്ന 1.3 കിലോമീറ്റർ ദൂരമുള്ളത്. BJP പ്രവർത്തകരടക്കം ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. 50,000-ഓളം ആളുകളെ ഈ റോഡ് ഷോയുടെ ഭാഗമായി BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും BJP പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഗതാഗതമടക്കം നിരോധിച്ചുകൊണ്ട് റോഡ് ഷോയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഈ പറയുന്ന ദൂരത്ത് അത്രയും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ പ്രതിഷേധങ്ങളടക്കം കണക്കിലെടുത്ത് ഈ പ്രദേശത്ത് സ്ഥിതിഗതികൾ പൂർണ്ണമായും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും SPG അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ലോ കോളേജ് പരിസരത്തും പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിലെത്തുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസിന് സമീപത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിരീക്ഷണത്തിലാണ് ഈ പറയുന്ന ദൂരം. അത്രയും മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഴുവൻ ആളുകളെയും ഈ ബാരിക്കേഡിനകത്തേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പോലീസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റോഡൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. റോഡിന് ഇരുവശവും BJP പ്രവർത്തകർ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 50,000-ഓളം ആളുകളെ ഇതിന്റെ ഭാഗമായി ഇവിടേക്ക് പ്രവർത്തകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ റോഡ് ഷോയുടെ ഭാഗമായി പ്രതീക്ഷിക്കുന്നുണ്ട്. തുറന്ന വാഹനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുക. എന്തായാലും വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകരടക്കമുള്ളത്. BJP പ്രവർത്തകരടക്കം വലിയ ആവേശത്തിലാണ് ഇവിടേക്കുള്ളത്. പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ പ്രിയ, എന്താണ് അവിടെ BJP പറയുന്നത്? പ്രവർത്തകരാണോ BJP പ്രവർത്തകരാണോ നിൽക്കുന്നത്? ഈ BJP നേരത്തെ ഉണ്ടായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി BJP പ്രവർത്തകർ ചില അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കും. അതായത് ഇവിടെ എത്തിയിരിക്കുന്ന ചില ആളുകളുമായി ഉണ്ടായിരുന്ന വാക്ക് തർക്കമാണ്. അതിനുശേഷം അവർ നേരത്തെ ഉണ്ടായ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില ആളുകളുമായി BJP പ്രവർത്തകർ വാക്കുതർക്കമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് അവർ പോലീസിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു. വേറെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. നേരത്തെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ പലതരത്തിലുള്ള തർക്കമടക്കം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായാണ് BJP പ്രവർത്തകർ ഇവിടേക്ക് ചില ആളുകളെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശം മറുഭാഗത്തുണ്ട്. BJP പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ആളുകൾ തമ്മിൽ ചില തർക്കമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ചിലരെ ഇവിടെ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം BJP പ്രവർത്തകർ പങ്കുവെക്കുകയായിരുന്നു. അതിനുശേഷം ആ പ്രവർത്തകരെ ഇവിടെ നിന്ന് റോഡ് ഷോ കാണാനെത്തിയ ആളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ച കൂടി ഇപ്പോൾ കാണുന്നത്. എന്തായാലും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ, റോഡിന് ഇപ്പോൾ നേരത്തെ BJP പ്രവർത്തകർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആ പ്രവർത്തകന്റെ ബാഗ് അടക്കം പോലീസ് പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും പോലീസ് ഇതിൽ വലിയ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പോലീസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയാണ്. ഏതാണ്ട് 1.3 കിലോമീറ്റർ ദൂരം നടക്കുന്ന റോഡ് ഷോയാണ്. എന്തായിരുന്നു ഒരു തർക്കമുണ്ടായ സാഹചര്യം? എന്തായിരുന്നു ഒരു തർക്കമുണ്ടായ സാഹചര്യം? അയാള് മദ്യപിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത്. കോതമംഗലക്കാരനാണെന്ന് പറയുന്നത് നമുക്കറിയില്ല. ഞാൻ കോതമംഗലക്കാരനാണ്. ഞാൻ പാർട്ടിയുടെ അവിടുത്തെ മണ്ഡല അധ്യക്ഷനായിരുന്നു. അയാളിപ്പോൾ കോതമംഗലക്കാരനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല അയാൾക്ക്. അവിടെ ബഹളം ഉണ്ടാക്കാൻ. ശരി, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗത്തേക്ക് എത്തുകയാണ്. ഏതാണ്ട് 7:30 തന്നെ കൃത്യമായി റോഡ് ഷോ ആരംഭിക്കും. 7:15 റോഡ് ഷോ ആരംഭിച്ച് 1.3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന
ലോ കോളേജിലൂടെ കടന്ന് തൊട്ടപ്പുറത്തുള്ള ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് റോഡ് ഷോ അവസാനിക്കും. തുറന്ന വാഹനത്തിൽ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലെത്തുകയും റോഡ് ഷോ എന്തായാലും സ്ഥിതിഗതികൾ അവിടെ ശാന്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് കൃത്യസമയത്ത് തന്നെ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി, മുദ്രാവാക്യം വിളികളൊക്കെ തന്നെ ഒഴിവാക്കി. ലോ കോളേജ് ജംഗ്ഷനിലായിരുന്നു ഇത്തരത്തിൽ ചില സംഘർഷത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായത്.